തൻ്റെ സാത്താൻ ആരാധനാ കേന്ദ്രങ്ങൾ ഞാനല്ല, കേരള പോലീസ് തൻ്റെ തിരുവനന്തപുരത്ത് വർദ്ധിക്കുന്നു. ഒന്ന്, കാടൽ ജിൻസൺ രാജ, പാളയം ചർച്ച് CSI മെമ്പർ, അപ്പനമ്മ പെങ്ങൾ 4 തട്ടി ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോയവനാ സാത്താനെ ആരാധിക്കാൻ പോയി. സ്വോത്രം. എന്താ സംഭവിച്ചത്? പേരൂക്കട പെട്രോൾ പമ്പിൽ നിന്ന് തീ മേടിച്ച് പെട്രോൾ മേടിച്ച് കൊന്നു. നമ്മുടെ രാജ്യച്ചേട്ടൻ ഇവിടെ ഉണ്ട്. ഗണപതിക്കല്ല് പോകുന്ന പടിക്ക് 13 ഏക്കർ തോട്ടം അവനുള്ള, 1ഉം 2ഉം അല്ല. സ്വോത്രം. കാശുള്ളവനായിരുന്നു കാടൽ ജിൻസൺ രാജ. 2, വട്ടിയൂർക്കാവുകാരി ആര്യ ദേവി. അതിനുശേഷം നമ്മുടെ പാമ്പാടിക്കാരൻ നബീൻ. തിരുവനന്തപുരം മൊത്തവും കണ്ടതാ സാത്താനെ ആരാധിക്കുന്ന കൂട്ട്. 2 പേരും ടീച്ചർമാർ, 4 ഇവൻ ആയുർവേദ കോളേജിലെ ഡോക്ടർ. ഇവർ കഴിഞ്ഞ മാർച്ച് 31 സ്കൂൾ അടച്ചു. ആര്യ ടീച്ചർക്ക് കല്യാണം ഉറച്ചു. മന്ത്രകോടി മിന്നുമായിട്ട് പോയത് അരുണാചൽ പ്രദേശ്. സാത്താൻ ഗ്രൂപ്പുമായിട്ട് സംസാരിച്ചു. ബാക്കി കൂടെ കേട്ടാട്ടെ. അവർ പറഞ്ഞു, ഇവിടെ വെച്ച് മരിച്ചാൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ അന്യഗ്രഹങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. 6-ാം ദിവസം സ്വന്തം ഭാര്യ ആര്യ ടീച്ചറെ കൈകാര്യം ചെയ്തു. കാലേ 666. 2, 8-ാം ദിവസം ഭാര്യയെ കഴുത്തികരിച്ച് കൊന്നു. അടിയിലെഴുതി 666. 9-ാം ദിവസം അവൻ കെട്ടി തൂങ്ങി നവീൻ. അവർ 3 കൂടെ അവിടെ മരിച്ചു. അന്യഗ്രഹങ്ങൾ ഉയർത്തെഴുന്നേൽക്കാം. 11-ാം ദിവസം വാട അരുണാചൽ പ്രദേശ് പോലീസ് അവിടെ ചെന്നു. തിരുവനന്തപുരത്ത് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ പോലീസുകാർ ഞെട്ടിപ്പോയി. FIR-ലും കിടപ്പുണ്ട്. സാത്താൻ ആരാധകന കൂട്ടം 3 അതിനകത്ത് നവീൻ ക്രിസ്ത്യാനി, മറ്റേ 2 പെൺകൊച്ചുങ്ങളും 4 സ്കൂളിൽ അധ്യാപകരായിരുന്നു. ഫ്രഞ്ച് ജർമ്മനി ടീച്ചർ. തിരുവനന്തപുരം 2, 3 വെള്ളറട 5 മരങ്കാല്. കേട്ടാട്ടെ. അവിടുത്തെ ജോസേട്ടൻ എത്ര പ്രസംഗം എൻ്റെ മുമ്പ് ഇരുന്ന് കേട്ടതെന്നറിയാവും. കഴിഞ്ഞ ദിവസവും യഹോവ രക്ഷണ ദൈവസഭയുടെ അവരുടെ സഭാ പാസ്റ്ററാണ്. കള്ളിമൂട് കൺവെൻഷനിൽ ഞാൻ എൻ്റെ അധ്യക്ഷനായിട്ടിരുന്ന ഷാജി പാസ്റ്റർ. അവർ 2 പേരും പള്ളിയിൽ പോകത്തുള്ളത്. പിള്ളേരെ പറ്റി ആരും പറഞ്ഞിട്ടില്ല. ഒരു മോനുണ്ടായിരുന്നു പ്രജിൻ. എല്ലാവരും കേട്ടാട്ടെ. ചാനലുകാർ പറയുന്നതല്ല. അവനെ MBBS പഠിപ്പിക്കാൻ ചൈനയെ വിട്ടതാ. അവിടെ ചെന്ന് കുഴപ്പമുണ്ടാക്കി. നാട്ടിൽ തിരിച്ചു വന്നതിന് എന്താ ശേഷം സാത്താനെ ആരാധിക്കാനാണ് കൊച്ചി പോയത്. ആരാണ്ട് പറഞ്ഞ ഫിലിം പഠിക്കാനെന്ന്. അവ ഫിലിമും ഗിലീമും പഠിക്കാനല്ല പോയത്. വീട്ടിനകത്ത് ലാപ്ടോപ്പും 3 ഫോണും. അനവധി പ്രാവശ്യം അവനെ അപ്പനെയും അമ്മയും കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്വോത്രം. ഇതൊന്നും പുറത്തു വന്നിട്ടില്ല. സഭയിൽ പോലും പറഞ്ഞിട്ടില്ല. പാസ്റ്ററിൻ്റെ സുഹൃത്ത് ഷാജി പാസ്റ്റർ, യഹോവ രക്ഷണ ദൈവസഭ 5 മരങ്കാല് ഇപ്പോൾ അവരുടെ പള്ളി പണിഞ്ഞുകൊണ്ടിരിക്കുക. ഈ ജോസേട്ടൻ നല്ല മര്യാദയുള്ള ചേട്ടനാണ്. 30 ആൾക്ക് സിമെൻ്റ് ആൾറെഡി കൊടുത്തു. അതിനുശേഷം പള്ളിയുടെ ഡോറൂടെ ഞാൻ കൊടുക്കാമെന്ന് പറയുമ്പോൾ വളരെ ഭക്തിയുള്ളൊരു മനുഷ്യൻ. എത്ര പ്രസംഗം കേൾക്കാൻ അവിടെ JM-ലും പൊന്നമ്പിയിലും അത് കഴിഞ്ഞിട്ട് കിളിയൂരും ഒക്കെ എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളാണ്. ഞങ്ങളോടെങ്കിലും പറഞ്ഞെന്നെ വീട്ടിൽ പോയി അവൻ്റെ തലേ കൈവച്ചാണ്. അവൻ്റെ പ്രത്യേക റൂമായിരുന്നു. അവനെന്താ മലയാളം പറയാൻ പേടി. 28 കുത്താപ്പനെ കുത്തിയത്. എന്നിട്ട് വെള്ളറുടെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പ്രജിൻ ഹല്ലേലൂയ പറയല്ല, ഞാൻ അപ്പനെ കൊന്നു. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. ക്ലിയറായോ? മനസ്സിലാകുന്നവർക്കായി. വെള്ളറുടെ 5 മരങ്കാല ചാനലുകാർ പറയുന്നതല്ല. ആദ്യം അവർക്ക് സംശയം ഉണ്ടായിരുന്നു ബ്ലാക്ക് മാജിക്ക്. ഉടനെ ഇൻ്റലിജൻസ് അവൻ്റെ കമ്പ്യൂട്ടർ മൊബൈലും എടുത്തപ്പോൾ അവൻ സാത്താനെ ആരാധിക്കുന്ന കൂട്ടം. അതുകൊണ്ട് അവൻ്റെ മമ്മി പറഞ്ഞ കിട്ടിയ എന്നെ കൊന്നേനെന്ന്. മനസ്സിലാകുന്നവർക്കായി. ബൈബിളിനകത്തുണ്ടോ മമ്മേ? യോഹന്നാൻ 16:2. ഇതാ സാത്താൻ്റെ പരിപാടി. 1 കാടൽ ജിൻസൺ, 2 തിരുവനന്തപുരം കണ്ട നവീൻ ആര്യ ദേവി. അവസാനമായി നമ്മുടെ 5 മരങ്കാലയ്ക്കടുത്ത് എൻ്റെ പ്രസംഗത്തിന് കേട്ട ജോസേട്ടനും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. ബൈബിളിനകത്തുണ്ടോ? നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു. വായിക്കാം. യോഹന്നാൻ 16:2. തിരുവനന്തപുരത്ത് 3 സംഭവങ്ങൾ വായിച്ചാട്ടെ. അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. നമ്മുടെ പ്രസംഗം ഇവിടെ നടക്കുക. ട്രംപ് അധികാരത്തിൽ വന്നു. എലോൺ മസ്കിന്റെ കാർ വരാൻ പോകുന്നു. അടുത്ത ദിവസം ബോംബെയിൽ നിങ്ങൾ കാണാൻ പോകുന്ന ബാറ്ററി കാർ ടെസ്ലക്കാരൻ കൊണ്ടുവരുന്നു. പക്ഷേ IS വീണ്ടും തലപൊക്കും. ഹമാസുമായിട്ട് വെടി നിർത്തിയിട്ടും ദാണ്ട തോക്കവന്മാർ കാണിക്കുന്നത് കൊടുങ്കാറ്റിന് മുമ്പിട്ടുള്ള ശാന്തതയാ. പല പള്ളിയിലും 2025 വല്ല അനുഗ്രഹമൊന്നും അല്ല വരാൻ പോകുന്നത്. ഇനി സ്ഫോടനം നടക്കും. അത്രയുമല്ല. വായിച്ചാട്ട് മോനെ. അത്രയുമല്ല നിങ്ങളെ കൊല്ലുന്നവൻ എല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അതുകൊണ്ടല്ലേ കാടൽ ജിൻസൺ രാജ 4 കൊന്നിട്ട് താണ്ട പൂജപ്പുര നിൽക്കുന്നു. കവടിയാറി അജിത് കുമാറിന്റെ സുരേഷ് ബാബു ബ്രദറിന്റെ ഇപ്പുറത്ത് വീട്. അവിടെ ഗണപതിക്കല്ലിനടുത്ത് 13 ഏക്കർ തോട്ടം. ഇതെന്താ? സ്തോത്രം. 2, 3 ടീച്ചർമാർ. തൊഴിലുറപ്പല്ല പാറശാലയിൽ. ഒരുത്ത് ജർമ്മൻ, മറ്റേൾ ഫ്രഞ്ച്, അടുത്ത നവീൻ ആയുർവേദ ഡോക്ടർ. കൂലി തൊഴിലാളികളല്ല. എല്ലാ സാത്താൻ്റെ കെണിക്കകത്ത്. 3 MBBS-ന്റെ 3 വർഷം എഴുതിയവൻ ആ പ്രജിൻ. എന്നിട്ട് അവിടുന്ന് ഉടക്കൊണ്ടാക്കി വന്നത്. അവനും പോയത് സാത്താൻ്റെ കൂട്ടത്തിൽ. നമ്മൾ ഒരാളെങ്കിലും തട്ടിയിട്ട് ഡയറക്റ്റ് പാറശാല പോലീസ് സ്റ്റേഷനിൽ പോവോ? എവിടെയെങ്കിലും ഒളിവിലേ പോകത്തുള്ളൂ. 5 മരങ്കാലെന്ന് സുഖമായിട്ട് റൺ അടിച്ചോലെ വെള്ളറുടെ CR അടുത്ത് വന്ന് സന്തോഷമായിട്ട് ഇരിക്കുന്ന അപ്പനെ കൊന്നു. സ്വോത്രം.
നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു. അതുകൊണ്ടാണ് എൻ്റെ യേശു പറഞ്ഞു, കൺവെൻഷൻ കൂട്ടൻ്റെ 1ാമത്തെ രാത്രി നിർത്താൻ പോന്നു, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളുടെ മക്കളെ ചൊല്ലുവിൻ. കരമുയരുന്നില്ലല്ലോ. ഇന്ന് രാത്രി താഴ്മയുള്ള മലയാളത്തിൽ അപ്പച്ചന്മാരിരിക്കുന്നു, അമ്മച്ചിമാരിരിക്കുന്നു, സഹോദരിമാരിരിക്കുന്നു, കുഞ്ഞുങ്ങളിരിക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങളിരിക്കുന്നു. ദൈവസഭ, ഞാൻ പച്ചയ്ക്ക് പറയാം, ദേവദാസന്മാരെൻ്റെ കൂട്ടുവേലക്കാർ, ജോസ് പാസ്റ്ററെ, ബിജു പാസ്റ്ററെ, കർത്താവിൻ്റെ ദാസന്മാരെല്ലാം എൻ്റെ പരിചയക്കാർ അവിടെ ഇരിക്കുന്നു. കർത്തൃദാസന്മാരെ, CSI-ക്കാരെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ലക്ഷീനിലെ കുഞ്ഞുങ്ങളെ, RC-ക്കാരെ, നമ്മുടെ പള്ളികളിലെ ആരാധനയിൽ 5 മിനിറ്റ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കരമുയരുന്നില്ലല്ലോ. പ്രാർത്ഥിക്കുന്നവരുടെ തലമുറ തകർന്നു പോകത്തില്ല. ഇന്ന് രാത്രി എനിക്ക് പ്രത്യേകിച്ച് പള്ളികളിനോട് പറയാനുള്ളത്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള നല്ല ഡിപ്പോസിറ്റ്. കാരക്കോണത്ത് റബ്ബർ തോട്ടമല്ല, മഞ്ഞാലിമൂട്ടിനകത്ത് ഏലത്തോട്ടമല്ല, ഇടുക്കിയിൽ ഹല്ലേലൂയ മുളക് തോട്ടമല്ല. പ്രാർത്ഥിക്കുന്നവന്റെ തലമുറ, വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഈ രാത്രി പറയാ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവസഭ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഈ പൈശാചിക കൂട്ടുകെട്ടിനകത്ത് വിടുവാൻ അവരുടെ അകത്തൊരു ശക്തി വേണം. അതിന്റെ പേരാ പരിശുദ്ധാത്മാവിന്റെ ശക്തി. കരമുയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അഭിഷേകം പ്രാപിക്കണം. അവരെ തകർക്കുവാൻ ഒരു അന്ധകാര ശക്തിക്കും കഴിയത്തില്ല. ഒരു വാക്കൂടെ, നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു. ബാക്കി ഞാൻ എടുക്കുന്നില്ല. തിരുവനന്തപുരം 1, 2, 3 അതിൻ്റെ അവസാന കണ്ണ് ജോസേട്ടൻ പ്രജിൻ ദാ കിടക്കുന്നു, എവിടം വരെ എത്തി. അതുകൊണ്ട് എൻ്റെ യേശു പറഞ്ഞു, നാളെ ബാക്കി യെരൂശലേമിൻ്റെ ദൈവാലയത്തിലേക്ക് 9G 4G ഒക്കെ അവിടത്തേക്ക് പോകും. വായിക്കാം നമ്മുടെ യോഹന്നാൻ 9:4 അവസാന ഭാഗം. സമയം അടുത്തുപോയി. വായിക്കാം മോനെ, യോഹന്നാൻ 9:4. എന്നെ അയച്ചവൻ, യോഹന്നാൻ സുവിശേഷം, എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ഇനി ദൈവസഭ ഉറങ്ങരുത്. സ്വോത്രം. പരസ്യോഗത്തിൽ പ്രസംഗിക്കേണ്ട സന്തോഷമില്ല. എത്ര സ്ഥലത്ത് ഞാൻ പരസ്യോഗത്തിൽ പ്രസംഗിക്കുന്നത്, മദ്യത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെ. സ്വോത്രം. എന്തൊരു സന്തോഷം. ഇനിയിപ്പം CSIയും ചർച്ചക്കോടും മാർത്തോമായും ഒന്നുമില്ല. കാലം തീരാറായി. എവിടെങ്കിലും നിന്ന് യേശു രക്ഷകനെന്ന് എല്ലാവരും പറഞ്ഞോണം. സ്വോത്രം. മതിലെല്ലാം പൊളിയാറായി. അത് പറഞ്ഞപ്പോൾ ബെന്തിക്കോസുകാർക്ക് സന്തോഷമില്ലല്ലോ. IPC, ചർച്ചക്കോട്, ഇൻ്റർനാഷണൽ, സിയോൻ അസംബ്ലി, അതൊക്കെ മതിലൊക്കെ തീർന്ന് അവസാന വെടി മുഴങ്ങാറായി. പെട്ടകത്തിൻ്റെ വാതിലടയാറായി. ചേട്ടനെയും ചേച്ചി എങ്ങും നോക്കാതെ വഴി നിന്ന് കത്തിച്ചോണം. യേശു രക്ഷകൻ. സന്തോഷം ഇല്ലല്ലോ. സഭ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ലാണറാ. ഇനി ഒറ്റ വഴിയേ നിങ്ങൾക്കുള്ളൂ. യേശു രക്ഷകൻ എന്ന് പറയുന്ന ഒരു കൂട്ടം പാറശാലയും പളുകലും എഴുന്നേൽക്കട്ടെ. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി. 2025 അമ്മമാരെ, അച്ഛന്മാരെ, ഒരു കാര്യം ഇന്ന് രാത്രി പറയാം. ആയിരങ്ങളോട് പറഞ്ഞില്ലേലും അമ്മമ്മ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു കല്യാണത്തിന് പോകുമ്പോഴെങ്കിലും പറയണം, യേശോപ്പച്ചന എൻ്റെ ജീവിതത്തെ ഇവിടം വരെ നടത്തിയത്. കരം ഉയരുന്നില്ലല്ലോ. അച്ചായ സുവിശേഷമല്ല പറയണ്ടേ, എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് ഇന്ന് വരെ എനിക്ക് കുടുംബസമാധാനം തന്നെ എൻ്റെ യേശുവ. അതിൻ്റെ പേരാ സുവിശേഷം. സന്തോഷമില്ലല്ലോ യേശുവിനെ ഉയർത്തുന്നത്. അതിനുവേണ്ടി നല്ലൊരു കൂട്ടം ഭക്താക്കളെ പരിശുദ്ധാത്മാവ് ഈ പള്ളികൾ കൺവെൻഷനകത്ത് വാർത്തെടുക്കട്ടെ. നിറം നോക്കാതെ, മണം നോക്കാതെ, ഗുണം നോക്കാതെ, വീടിൻ്റെ വ്യാപ്തി നോക്കാതെ, കീശയിലെ പണം നോക്കാതെ, കറുത്തവൻ നോക്കാതെ, വെളുത്തവൻ നോക്കാതെ, പാറശാലയും പള്ളികളും മഞ്ഞാലുമൂടും മേൽപ്പുറവും മേൽപ്പാലയും കഴിവൻതിട്ടയും മാർത്താണ്ഡത്തെ കൊഴുത്തറയിൽ നിന്ന് ഞങ്ങളെ ഇന്ന് വരെ എത്തിച്ച യേശു രക്ഷകനെ നിങ്ങൾ കാണുക. അതാകുന്ന ഞങ്ങളുടെ സുവിശേഷം. സ്വോത്രം. അടുത്തത് എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ചെയ്യുക. അടുത്ത ബാക്കിയോട് വായിച്ചു നിർത്താൻ മുന്നേ, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. വെള്ളറട ഇത് സംഭവിക്കുമെന്ന് എൻ്റെ സഹോദരൻ ജോസ് പാസ്റ്ററിന് അറിയാമോ? അറിയത്തില്ല. നമ്മളെപ്പോഴും നടക്കുന്നില്ലേ വെള്ളറുടെ? സ്വോത്രം. 24 മണിക്കൂറും വെള്ളറുടെ ഈ സംഭവം നടക്കുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ജയംകാളിലും കിളിയൂരും കാട്ടാക്കടയും ചെമ്പൂരും എല്ലാം ആറാട്ടുകുഴിയും ഫോറസ്റ്റ് ഗ്രൗണ്ടും എവിടെ പാസ്റ്റർ എന്നെ സൂക്ഷിച്ചേട്ടൻ കേൾക്കാനുള്ള സ്വോത്രം അവിടെ ആയിട്ടിത് നടന്നു. സ്വോത്രം. ഉണർന്നിരുന്ന ദൈവസഭ പ്രാർത്ഥിക്കുക. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ആ രാത്രി ഇവിടെ വരുന്നതിന് മുമ്പ് ഇന്ന് രാത്രി പള്ളികളിലെ ദൈവമക്കൾക്ക് ഒരു പ്രത്യാശ. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കു നീതി സൂര്യൻ രോഗോപശാന്തിയോടെ ഉദിച്ചുയരും. തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടാങ്ങളെ പോലെ ഈ തലമുറയിൽ ഒരു കൂട്ടം ദൈവസഭ എടുക്കപ്പെടാറായി. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി പള്ളികളിനോട് മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം. ഇന്ന് പ്രസംഗം കേട്ട പലരും ഒരുപക്ഷെ നാളെ വരാൻ സാധ്യതയില്ല. ഇത്തിരി കടുത്ത പ്രസംഗമാണ്. അതുകൊണ്ട് അതുകൂടെ പറഞ്ഞേക്കാം. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ ഇന്ന് രാത്രി മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. 2 കള്ളന്മാരുടെ നടുവിൽ എൻ്റെ നാഥൻ
നാഥൻ പരമയാഗമായി. കേട്ടോണേ, ഇന്ന് രാത്രി ഇതാ സുവിശേഷ പ്രസംഗം. ആ നാഥൻ ഗതസമനയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു, ഗോൽഗോത്തായിൽ പരമയാഗമായി. 1 മുറിവേറ്റ മുദ്ര, 2 ചുംബനത്തിന്റെ മുദ്ര, 3 തകർക്കപ്പെടുന്നതിന്റെ മുദ്ര, 2 കള്ളന്മാരുടെ നടുവിൽ. ഇതെങ്കിലും കേട്ടാട്ടെ നാട്ടുകാരും വീട്ടുകാരും. ആ കള്ളൻ 2 പേർ നോക്കുമ്പോൾ യേശുവിന്റെ തലയ്ക്ക് മുകളിൽ യഹൂദന്മാരുടെ രാജാവ്. ഒരുത്തൻ യേശുവിനെ പരിഹസിച്ചു. എന്താ പരിഹസിച്ചെന്നറിയോ? നീ രാജാവെങ്കിൽ ആദ്യം ഇറങ്ങണം, നീയും രക്ഷിക്കണം, ഞങ്ങളെയും കൂടെ രക്ഷിക്കണമെന്ന്. സ്വോത്രം. അപ്പം മറ്റവൻ യേശുവിന്റെ മുഖത്ത് നോക്കി. അപ്പൊ ആഴമായി നോക്കിയവനകത്തൊരു വെളിപ്പാട് കിട്ടി. അതാ വെളിപ്പാട്. ഈ കള്ളനോട് പറഞ്ഞു, നീ മിണ്ടരുത്. സ്വോത്രം. ഈ മനുഷ്യനെ 5 കോടതി 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ട് ഒരു കുറ്റവുമില്ല. നമ്മളാണ് യെരുശലേമിലും പാറശാലയുള്ള മതിലും തകർത്ത് നാട്ടുകാരുടെ വീടും കൂടും തകർത്തതാ. സ്വോത്രം. ന്യായമായി. അത് പറഞ്ഞ് യേശുവിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ഈ കള്ളന് പിടികിട്ടി, ഈ പുള്ളിക്കാരൻ ഇവിടെ തീർന്നാലും അവൻ രാജാക്കന്മാരുടെ രാജാവായി വരും. മനസ്സിലാകുന്നവർക്കായി ഇതിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാട്. അയ്യോ, ഞങ്ങൾക്കങ്ങാണ് വെളിപ്പാട് കിട്ടിയ ഞാൻ അന്നേ പറഞ്ഞ 5 രാജ്യത്ത് പോകാൻ വിസ തരണേ കർത്താവെ, ഒരു എൻ്റെ ഇപ്പം ഇന്നോവയില്ല, കൃഷ്ണ തരണേത്. പക്ഷെ കള്ളം വെളിപ്പാട് കിട്ടിയവൻ പറഞ്ഞു എന്താ, വീട് വരണം, കാറ് വരണമെന്നല്ല, ഈ പാപിയായ എന്നെയും നീ ഓർക്കണമേ. ഇതിൻ്റെ പ്രസംഗമാ, മാനസാന്തരത്തിൻ്റെ പ്രസംഗം. രാജാതി രാജാവായി മടങ്ങി വരുന്നവനെ കണ്ടിട്ട്, അവൻ്റെ മുഖശോഭ കണ്ടിട്ട് അവൻ പറഞ്ഞു, കർത്താവേ, ഇന്ന് ഞാൻ ഇവിടെ തീർന്നാലും നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ പാറശാല കുത്തി തുറന്ന് ഈ പാപിയായി എന്നെ ചേർക്കണമേ. സ്വോത്രം. കർത്താവ് അയ്യോ, ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരാതെ പറയും, സെൻട്രൽ പാസ്റ്ററോട് ചോദിക്കണം, തലമൈ ബോധകരടുത്ത് ചോദിക്കണം, സഭയിൽ പ്രതിപുരുഷം പാസ്സാക്കണം, കുഞ്ഞമ്മാമയുടെ കമ്മിറ്റി ചർച്ച വെക്കണം. സ്വോത്രം. ഇതൊന്നും എൻ്റെ യേശു പറഞ്ഞില്ല. സ്വോത്രം. ഹല്ലേലൂയ. ഏറ്റു പറഞ്ഞവൻ്റെ മുൻപിൽ പറഞ്ഞു, കുഞ്ഞ്, മടങ്ങി വരുമ്പോഴല്ല, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കും. ഈ രാത്രി കരമുയർത്തുന്ന പാപികൾക്കായി, പളുകളിനകത്ത് ഞങ്ങളെ കേൾക്കുന്ന മദ്യപാനികള്, ജീവിതം തകർന്ന വ്യക്തികള്, ഇന്ന് രാത്രി ആത്മഹത്യക്ക് കൊതിക്കുന്ന ദൈവമക്കളെ, 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്ത് എൻ്റെ നാഥൻ പരമയാഗമായെങ്കിൽ ആ കാൽവറി ക്രൂശിനെ നോക്കി ഹല്ലേലൂയ കള്ളൻ നിലവിളിച്ചതുപോലെ ഇന്ന് രാത്രി ആർ നിലവിളിക്കും, ഞാനൊരു പാപിയാണ്. ഇന്ന് രാത്രി നിന്റെ ശബ്ദം കേട്ടാൽ നിന്റെ പാപത്തെ മോചിച്ച് പർദീസയിലെത്തിക്കുന്ന ഒരേക സത്യ ദൈവത്തെ ഈ കൺവെൻഷൻ കൂട്ടങ്ങൾ ഉയർത്തുന്നു. അവന്റെ പേരത്ര ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. ഇന്ന് രാത്രി പുണ്യസ്ഥലങ്ങൾ തേടണ്ട, ശ്രോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. നെഞ്ചത്ത് കൈവച്ചാര് പറയും, യേശു എന്റെ ഏക രക്ഷകൻ, യേശു എന്റെ ഏക കർത്താവ്. അവൻ രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരുന്നു. ഇന്ന് രാത്രി യോഗത്തിന്റെ അവസാന ഭാഗം ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പല വേദികളിലും പറഞ്ഞത്, എങ്കിലും നിങ്ങൾക്ക് ആശ്വാസമാകട്ടെ. അമേരിക്കയിലെ ഏറ്റവും നല്ല ഡോക്ടറായിരുന്നു ഡോക്ടർ മാർക്ക്, ക്യാൻസർ സയന്റിസ്റ്റ്. അദ്ദേഹമായിരുന്നു അമേരിക്കയിലെ ഏറ്റവും നല്ല ഡോക്ടർ. അദ്ദേഹത്തിന് ഒരു ദിവസം കാലിഫോർണിയയിൽ നിന്ന് ഡാലസിലേക്ക് പോകണം. കാലിഫോർണിയയിൽ വന്നു 4:30 പ്ലെയിനാ, 5:30 പ്ലെയിൻ, 4:30 വന്ന് 1 മണിക്കൂർ 1.5 മണിക്കൂർ യാത്രയുള്ള എയർപോർട്ട് അടച്ചിട്ടിരിക്കുന്ന ഒരു പേരെഴുതിയ അമ്മാമ്മ. ഡ്യൂറിങ് എയർപോർട്ട് is shut down, the heavy strong wind, 24 മണിക്കൂർ അടച്ചേക്കോ. അദ്ദേഹം ചെന്ന് എയർപോർട്ട് മാനേജർ എടുത്തു, സാറേ ഞാൻ അമേരിക്കയിലെ ഏറ്റവും വലിയ ഡോക്ടർ, പ്ലെയിൻ വിടണം. അദ്ദേഹം പറഞ്ഞു, വായിക്കാൻ കഴിഞ്ഞില്ലയോ, കാറ്റടിക്കുമ്പോൾ സാറേ എങ്ങനെ പ്ലെയിൻ വിടുന്നത്, കടലിൽ വീഴത്തില്ലയോ. അദ്ദേഹത്തിനടുത്ത് പറഞ്ഞ് കാർ എടുത്തു പോകാൻ. എല്ലാവരും കേട്ടെ, കാർ എടുത്തു, യാത്രയായി. ആ 5:30 മണിക്ക് കാർ ഓടി തുടങ്ങി. 10 മണിയായി. നമ്മൾ ഈ പേച്ചിപ്പാറ കടയാലും മൂട് പോകുന്നത് പോലെ അടുത്ത സ്റ്റേറ്റിലെത്തുന്ന സമയമായപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെള്ളമില്ല, ചായയില്ല. വഴിയരികത്ത് ഇങ്ങനെ പറിച്ച് വണ്ടി ഓടിക്കുമ്പോൾ ഒരു വീട്ടിൻ്റെ മുൻപിൽ 2 ചിമ്മിനി വിളക്കുകൾ കത്തി നിൽക്കുന്നു. അവിടെ കാർ ചവിട്ടി നിർത്തി, കോളിംഗ് ബെൽ അടിച്ചു. ഒരു പാവപ്പെട്ട സഹോദരി ഇറങ്ങി വന്നു, പേര് വെളിപ്പെടുത്ത്, മൈ നെയിം ഈസ് മാർക്ക്, ഡോക്ടർ എന്ന് പറഞ്ഞില്ല. കോൾഡ് ഈസ് ടു മൈ സിസ്റ്റർ, മേക്ക് എ കോഫി. എൻ്റെ പേര് മാർക്ക് എന്ന, ഒരു കപ്പ് കാപ്പി ഇട്ട് ഒരു തണുപ്പ്. സഹോദരി ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞു, ടേക്ക് യുവർ സീറ്റ്, ഐ മേക്ക് എ കോഫി ഫോർ യു വിത്തിൻ 5 minutes. താങ്കൾക്ക് ഞാനൊരു കാപ്പി ഇട്ട് തരാം. 2 മിനിറ്റ് കൊണ്ട് വെള്ളം തിളച്ചു. അകത്ത മുറിയിൽ ഓടിപ്പോയി. കട്ടിൽ കിടന്ന് 5 വയസ്സുള്ള കുഞ്ഞിനെ മാറോടെത്തുകൊണ്ട് സഹോദരി പ്രാർത്ഥിക്കുന്നു, ഡോക്ടർ മാർക്കിനെ കാണാൻ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്ക്. അദ്ദേഹത്തിൻ്റെ അകത്ത് ഇടിവെട്ടിപ്പോയി. ഇവളെന്താ പറയുന്നത്, എന്താ സംഭവിച്ചതെന്നറിയാമോ? അവൾ ചായ കൊണ്ടുവന്ന് കുടിച്ചപ്പോൾ ചോദിച്ചു, നിന്റെ ഭർത്താവ് ഇവിടെ മരിച്ചുപോയി. ആരാ അവിടെ? 2 വർഷമായ 5 വയസ്സുള്ള കുഞ്ഞിന് ക്യാൻസർ. ആ സാറേ, താങ്കളുടെ പേരുള്ള ഒരു ഡോക്ടർ ഉണ്ട് അടുത്ത പട്ടണത്തിൽ, കാശില്ല, കർത്താവിനോട് കരയുക. നിരീശ്വരവാദിയാ ഡോക്ടർ. അദ്ദേഹം ചോദിച്ചു, ഇവിടെ ബൈബിൾ ഉണ്ടോ എന്ന് ചോദിച്ചു. കൊണ്ടുവരാൻ പറഞ്ഞു. ബൈബിൾ കരത്തിലെടുത്തിട്ട് അദ്ദേഹം എഴുന്നേറ്റു. കുഞ്ഞെ, നീ അന്വേഷിക്കുന്ന ഡോക്ടർ മാർക്കാ നിന്റെ മുൻപിൽ നിൽക്കുന്നത്. ആ കുഞ്ഞിനെ വാരിയെടുത്തു. ആ പുസ്തകം വായിച്ച് ഞാൻ കരഞ്ഞുപോയി. പിന്നെ ആ കുഞ്ഞ് രക്ഷപ്പെട്ടു. ഇന്ന് രാത്രി പറയണം,
പറയണത്. ഡോക്ടർ അവിടെ വെച്ച് ഒരു കാര്യം പറഞ്ഞു. ഞാൻ എയർപോർട്ടിൽ വന്നപ്പോൾ പ്ലെയിൻ ഇല്ലാതിരുന്നത്, എൻ്റെ കാർ കൃത്യമായി നിന്റെ വീട്ടിന് മുമ്പിൽ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ ഇന്ന് ജീവിക്കുന്നു. ഇന്നത്തെ കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി, മുതലാമത് നൽവൈസി കൂട്ടങ്ങളുടെ ഇറവ്, തായെ തകർപ്പറ ഇന്ന് രാത്രി പറയണം. നിന്റെ ദർശനത്തിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. നിന്റെ കണ്ണുനീരിന് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ആര് പറയും കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, മാർച്ച് മാസം 2ാമത്തെ 3ാമത്തെ ആഴ്ച പറയണം. എങ്കിലും ഞാൻ എൻ്റെ സഭയ്ക്കകത്ത് കരഞ്ഞാൽ, കരമുയർത്തുന്നവർക്കായി എൻ്റെ വീട്ടിനകത്ത് കരഞ്ഞാൽ എൻ്റെ കണ്ണുനീരിന്റെ മറുപടിയാ എനിക്ക് വേണ്ടി വഴികളെ തുറക്കുവാൻ ഈ രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവശക്തൻ. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ ആഹാരം, വയലിൽ ചെടിക്ക് പ്രകാശം കൊടുക്കുന്ന ഹല്ലേലൂയ നല്ല കർത്താവ്. അപ്പച്ചാ അമ്മച്ചി, ഇന്ന് രാത്രി വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ പൂർണ്ണത. ആര് കരമുയർത്തും? ഡോക്ടർ മാർക്കിന്റെ കാർ വന്നതുപോലെ ഈ ദിവസങ്ങളിൽ എൻ്റെ കണ്ണുനീരിന്റെ മറുപടി എൻ്റെ പുരയ്ക്കകത്ത് ഇറക്കി തരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവശക്തന. ഇന്ന് രാത്രി കൺക്ലൂഷൻ, അവൻ നിയമത്തെ മാറ്റും. അമേരിക്കയിൽ കാട്ടുതീ, അത് ലോത്തിന്റെ കാലം. അതുപോലൊരു തീ ഇറങ്ങുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ ലോത്തിനെയും മക്കളെ സോമറിലെത്തിച്ചതുപോലെ തൻ്റെ മക്കളെ ചേർക്കാൻ യേശു വരും. സാത്താൻ്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത് വരുന്നതിന് മുമ്പ് കാന്തൻ്റെ മുഖം, ഇതിനൊരു പ്രത്യേക ബുദ്ധി ഇത് കിട്ടുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുള്ളവരെ ചേർക്കാൻ കാന്തൻ വരാറായി. മക്കളെ, ഇന്ന് രാത്രി ആഗോള വ്യാപകമായി ഒരു സൈബറിൻ്റെ പൊട്ടിത്തെറി ഇവിടെ വരും. ആ പൊട്ടിത്തെറി നമ്മുടെ കർണപുടങ്ങളിൽ മുഴങ്ങുന്നതിന് മുമ്പ് കാന്തൻ്റെ ഗംഭീരനാഥം മധ്യാകാശത്തിൽ മുഴങ്ങും. എതിർ ക്രിസ്തു അടുക്ക എത്തിപ്പോയി. അതാ എലോൺ മസ്ക് ഇന്നത്തെ പ്രത്യേകത. എലോൺ മസ്ക് സ്റ്റാർലിങ്ക് റിലയൻസുമായി അതുപോലെ തന്നെ ഇതാ കിടക്കുന്ന എയർടെലുമായിട്ട് കൈ കൊടുക്കുമ്പോൾ ഒരു നെറ്റ്വർക്കിലേക്ക് ഇന്ത്യയും വരുന്നു. ഒരുവൻ ലോക ഭരണം. എന്നാൽ ഇന്ന് രാത്രി ആ വലതുകരം ഉയർത്തിപ്പിടിച്ചാട്ടെ. ആരാധനയ്ക്ക് വേണ്ടി എഴുന്നേൽക്കുന്നു. ആ വലതുകരം ഉയർത്തിപ്പിടിച്ചാട്ടെ. എല്ലാവരും, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രാജാക്കന്മാരുടെ രാജാവായി വരാറായി. ഇവിടുത്തെ ലോക സംഭവങ്ങൾ ഒരിരുട്ടിന്റെ മുൻപിലേക്ക് പോകുമ്പോൾ കുഞ്ഞാടാകുന്ന ക്രിസ്തു നമുക്ക് വേണ്ടി വരാറായി. ഇന്ന് രാത്രി പളുകലേ, കൊട്ടാരമായാലും മരണം, കോട്ടയ്ക്കകത്തും മരണം. ഈ വചനം കേട്ട് റോഡ്, വീട്, മേടയ്ക്കുള്ള വരണ്ട, സ്റ്റേജിൽ വരണ്ട. ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട്. കവലയിൽ മരിക്കാം, കപ്പക്കാലയിൽ മരിക്കാം. ഞങ്ങളുടെ ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ. കല്ലറയ്ക്കപ്പുറത്ത് ലാസറിനെ ഉയർത്തിയ കർത്താവ് തൻ്റെ സഭയെ ചേർക്കാൻ വരാറായി.